നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുടെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പേഴ്സണലായിട്ടുള്ളതൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. നമ്മളതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പലരും അത് കട്ട് ചെയ്ത് പരത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ ലയണൽ മെസ്സി ക്വിക്ക് ഫയർ ക്വസ്റ്റ്യൻ എന്ന രൂപത്തിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളൊരു ഡെസേർട്ട് ഐലൻഡിൽ പോകുന്നു, കൂടെ ഒരാൾ വേണം എന്നാഗ്രഹിച്ചാൽ നിങ്ങൾ ആരെ കൊണ്ടുപോകും? ഇത് അർജൻറ്റീന ടീംമേറ്റ്സിനെ വെച്ചിട്ടാണ് ഉത്തരം പറയേണ്ടത്. അർജൻറ്റീന ടീമിൽ നിന്ന് ആരെ കൊണ്ടുപോകുന്ന ചോദ്യം. ഒരു ഡെസേർട്ട് ഐലൻഡിൽ നിങ്ങൾ പോകുന്നു, ഒരാളെയും കൊണ്ട് നിങ്ങൾക്ക് പോകാം. അർജൻറ്റീന ടീമിൽ നിന്ന് ആരെ കൊണ്ടുപോകും? ഉത്തരം റോഡ്രിഗോ ഡി പോൾ. അത്ഭുതമൊന്നുമില്ല, കാരണം അവർ തമ്മിലുള്ള ഇരിപ്പുവശവും അവർ തമ്മിലുള്ള സൗഹൃദം എല്ലാവർക്കും അറിയാം. അപ്പോൾ വീണ്ടും ചോദിക്കുന്നു, ഇപ്പോൾ കളിക്കളത്തിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് പറയുന്ന ആളാരാണ്? റോഡ്രിഗോ ഡി പോൾ. അപ്പോൾ കളത്തിൽ വലിയ രൂപത്തിൽ കംപ്ലൈൻറ്റുകൾ പറയുന്ന ആളും ഡി പോളാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു, ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ, റൺ ചെയ്യാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അത്രയും വിശ്വാസമുള്ള ഒരാളാരാണ്? ആംഗേൽ ഡി മരിയ. ഡി മരിയ ആയിരിക്കും ഏൽപ്പിക്കുക എന്ന് പറയുന്നു. വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ കുട്ടികളെ നോക്കാൻ നിങ്ങൾ ഏൽപ്പിക്കാത്തത് ആരെയായിരിക്കും? അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ഏൽപ്പിക്കുമല്ലോ, അങ്ങനെ ഏൽപ്പിക്കാത്ത ഒരാൾ. മറുപടി ദിബു മാർട്ടീനസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറുപടിയാണ്. പിന്നെ തമാശകൾ പറഞ്ഞാൽ തമാശയായിട്ട് എടുക്കാത്ത ആളാരാണ്? അർജൻറ്റീന ടീമിൽ തമാശ പറഞ്ഞാൽ തമാശയായിട്ട് എടുക്കാത്ത ആളാരാണ്? മറുപടി ആംഗേൽ ഡി മരിയ. ഡി മരിയാണ് തമാശക്ക് തമാശയായ രൂപത്തിൽ എടുക്കാത്ത ആൾ. പിന്നെ ഈ ഡ്രസ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന ആളാരാണ്? അർജൻറ്റീന ടീമിൽ അങ്ങനെ വലിയ ഡ്രസ്സിങ് സെൻസൊക്കെ ഉള്ള ഒരാൾ ഓട്ടമെൻഡിയാണെന്ന് പറഞ്ഞു. ഓട്ടമെൻഡി എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഓട്ടമെൻഡി ധരിക്കുന്ന ആ ഡ്രസ്സുകളുണ്ടല്ലോ, അത് ഞാൻ ധരിച്ചാലോ ഞാനൊരു ഇഡിയറ്റിനെ പോലെ ഉണ്ടാവും. അത് ഓട്ടമെൻഡിക്ക് ചേരുകയുള്ളൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഏറ്റവും വേഴ്സ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആരാണ്? ഒരു ഡ്രസ്സിങ് സെൻസ് ഇല്ലാതെ വേഴ്സ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് അത് ദിബു മാർട്ടീനസ് ആണ് എന്നാണ് മറുപടി. അതുപോലെ തന്നെ ഏറ്റവും മോശമായിട്ട് മെയ്റ്റ് ഉണ്ടാക്കുന്ന ആരെന്ന് ചോദിച്ചപ്പോൾ ലിയാൻഡ്രോ പരേഡസ് എന്നാണ് മറുപടി. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മെസ്സി ഓരോ താരങ്ങളെയും അദ്ദേഹത്തിൻ്റെതായ രൂപത്തിൽ നിരീക്ഷിച്ചിട്ട് തമാശ കൂടി കലർത്തി പറഞ്ഞതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.